കാരണം നമ്മൾ വിറ്റൊഴിക്കൽ വിൽപ്പന തീരുമാനിച്ചോ. അപ്പൊ എന്തായാലും ഒന്ന് വന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും, ഷമീസ് കാസിൽ ഉണ്ടാവും, ഞാനും ഇവിടെ ഉണ്ടാവും. അതെ, ഷമീർക്ക് ഇവിടെ ഈ ദിവസം ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാവും. 2023 ഇത് മോഡൽ, 2 വർഷം ആവുന്നുള്ളൂ. അപ്പോ വാറണ്ടി 26 വരെ ഉണ്ടോ? 26 വരെ ഉണ്ട് അല്ലേ? ഓക്കെ, 3 വർഷം. ശരിയാ, 26 വരെ. ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. ഓക്കെ, എത്ര ഇപ്പോൾ കിലോമീറ്റർ? 32,000 കിലോമീറ്റർ. 32,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് 2023 XZ+ ഡാർക്ക് എഡിഷൻ ടാറ്റ ഹൈറിയർ 2022 മോഡല് XUV 700 AX7 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ ഇതിനെ പോലെ ഒരു ലക്ഷറി ഓപ്ഷൻ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെ ഒരു ഓപ്ഷനാണ്. എല്ലാവർക്കും നമസ്കാരം. ഷമീർ ഖാന്റെ കൂടെ ഷമീസ് കാസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഷമീർ ഖാ, സ്വാഗതം. ഹാപ്പി റമദാൻ. ഹാപ്പി റമദാൻ. ഓക്കെ, അപ്പോ ഇനിയിപ്പോ പെരുന്നാളും വിഷുവും ഒക്കെ വരാൻ പോവാണ്. ആഘോഷങ്ങളുടെ നാളുകളാണ്. അതെ, നാളുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റമദാൻ നാളുകളാണ്. അതെ, അത് കഴിഞ്ഞ് വരുന്നത് ആഘോഷങ്ങളായ പെരുന്നാൾ വരുന്നത്, വിഷു വരുന്നത്, രണ്ടും വരുന്നുണ്ട്. അപ്പോ മലയാളികൾക്ക് ആഘോഷമാണ്. അപ്പൊ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോ കുട്ടികൾക്കും ആഘോഷം, വെക്കേഷനാണ്. അതെ, എല്ലാവർക്കും ആഘോഷമാണ് മൊത്തത്തിൽ. അപ്പൊ വെക്കേഷൻ കൂടിയാകുമ്പോൾ ഒരു വണ്ടി എടുത്ത് എന്തായാലും ഒരു ട്രിപ്പ് ഒക്കെ പോകണമെന്നുള്ള മൂടുണ്ട്. എല്ലാവരും വണ്ടി നോക്കുന്ന സമയമാണ് ഈ സമയത്തെ. എന്താണ് എന്തൊക്കെ സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ? അതെ, നമ്മളിപ്പം റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ സമയത്ത് ഒരുപാട് ആൾക്കാർ വണ്ടി നോക്കുന്ന സമയമാണ്. അതിന്റെ കൂടെ വിഷു വന്നു, അതിന്റെ കൂടെ വെക്കേഷൻ വന്നു. അപ്പൊ എല്ലാവരും വണ്ടി എടുക്കാനും മാറ്റാനും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മളെ വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനും വേണ്ടി നമ്മൾ കിടിലൻ വമ്പൻ ഓഫറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഓഫറുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓഫർ എല്ലാ വണ്ടികൾക്കും, സെലക്റ്റീവായി 1-2 വണ്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള മുഴുവൻ സ്റ്റോക്കുകൾക്കും വൻ വിലക്കുറവാണ് നമ്മൾ ഓഫർ പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര ഒരു വണ്ടി നമ്മളെ 10,000 കൊടുക്കുക, 50,000 കൊടുക്കുക, അങ്ങനെയല്ല. എല്ലാ വണ്ടികൾക്കും വൻ വിലക്കുറവ്. ഇത് കൊടുക്കാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മളെ ഇതേപോലെ ഫെസ്റ്റിവൽ സീസൺ, അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ ഒരു ഓഫറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇതിന് കൊടുക്കാൻ നമുക്ക് പ്രേരണമായത് വേറൊരു പ്രധാന ഘടകമുണ്ട്. എന്ന് വെച്ചാൽ യൂസ്ഡ് കാർ ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഒരു ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടു, ഷമീർ ഖാൻ റീലും കണ്ടിരുന്നു. അത് എന്താ ശരിക്കുള്ള ഗുണം, എന്താ ജനങ്ങൾക്ക്? അതെന്താന്ന് വെച്ചാല് ഈ യൂസ്ഡ് കാർ ബിസിനസ് രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കാർ വിറ്റ് പേര് ട്രാൻസ്ഫർ ചെയ്യില്ല, അവർ മാറിയിട്ടില്ല, അപ്പോൾ RC ഓണർക്ക് പ്രശ്നം വരുന്നത്, അങ്ങനത്തെ പ്രശ്നം വന്നുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. 2 വർഷമായിട്ട് ഇതിന്റെ ഓർഡിനൻസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഏപ്രിൽ 1 മുതൽക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നടപടികളാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്, സേഫാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നു. അങ്ങനൊരു നെഗറ്റീവ് വശമുണ്ട്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. അപ്പോൾ നമ്മൾ RTO സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് 1-ാം തീയതി മുതൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന നിലപാടാണ് ഗവൺമെന്റ് RTO. ജനങ്ങൾ സേഫായി. അതെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി മുതൽക്ക് നമ്മൾ എടുക്കുന്ന വണ്ടികളെല്ലാം നമ്മുടെ പേരിലേക്ക് മാറണം. നമ്മുടെ പേരിലേക്ക് മാറണം. RCയിൽ പേര് മാറ്റം ഉണ്ടാവില്ല, പക്ഷേ അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഇപ്പൊ നമ്മൾ ഇതിന്റെ കാർ എനിക്ക് വിൽക്കുകയാണെങ്കിൽ എന്റെ പേരിലേക്ക് അതോറിറ്റി മാറ്റി തരാം. പക്ഷെ അത് RCയിൽ മാറില്ല. പക്ഷെ അതിന്റെ ആ വണ്ടിക്ക് അന്ന് മുതൽ ഉണ്ടാവുന്ന എല്ലാ നടപടികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഞാനായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏകദേശം സിസ്റ്റത്തിൽ പോകുന്ന സ്ഥാപനമാണ്. അത് മാത്രമല്ല, ഞാനിപ്പോ ഒരു വണ്ടി ഷമീർക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറയാണ് ഓണർഷിപ്പ് മാറിയിട്ടേ നിങ്ങൾ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഷമീർക്ക് അവിടെ മാർക്കറ്റ് കുറഞ്ഞു, എനിക്കും നഷ്ടം വരും. എനിക്ക് അവിടെ മാർക്കറ്റ് കുറച്ചിട്ട് അങ്ങനത്തെ കേസുകളിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഓക്കെ നമ്മുടെ പേരിലേക്ക് ആക്കിയിട്ട് ചെയ്യാലോ, അതൊരു പ്രശ്നമില്ലാതെ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യം. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്റ്റോക്ക് ഇനി നമ്മൾ പുതിയ ഏപ്രിൽ 1 മുതൽക്ക് പുതിയ സ്റ്റോക്ക് അപ്ലോഡ് ചെയ്ത് ഫുള്ളി സിസ്റ്റത്തിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിലവിലുള്ള മുഴുവൻ സ്റ്റോക്ക് ഞാൻ വിറ്റ് കാലിയാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രൈസ് വൈസ് നമുക്ക് കോസ്റ്റ് വരെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് എന്താണോ വരുന്നത് അത് നോക്കിയിട്ട് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് മാർച്ച് 31 വരെ ഇതിന് ഒരു ഡെഡ് എൻഡ് ഞാൻ വെച്ചിട്ടുണ്ട്. മാർച്ച് 31 വരെ ഒരു 10 ദിവസം, ഈ വരുന്ന 10 ദിവസം മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് നമ്മൾ ഓഫർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവായ ഓഫർ ആയിരിക്കും. നമ്മൾ വെറുതെ എടുത്ത് ഇതിനിത്ര എന്ന് മാത്രം പറയുന്നില്ല. നിങ്ങൾ വരൂ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നെറ്റ് റേറ്റിൽ തന്നിട്ട്
ഈ മാസം നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഒറ്റ കാര്യം, നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന വണ്ടികൾ മാത്രമല്ല ഷമീർ ഖാന്റെ അടുത്ത്, അതല്ല ചെറു വണ്ടികളൊക്കെ ഉണ്ട്. നമുക്ക് 5 lakhs മുതൽക്ക് നമുക്ക് 75 lakhs വരെയുള്ള വണ്ടികൾ നമ്മുടെ സ്റ്റോക്കിലുണ്ട്. എല്ലാത്തിനും ഓഫർ കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടികൾക്കും നമുക്ക് മുട്ടിച്ച വിലക്ക് കൊടുക്കാൻ പറ്റും. ഈ മാർച്ച് 31 വരെ. അത് കഴിഞ്ഞ് നമ്മൾ പുതിയ സ്റ്റോക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സാധാരണ അത് രീതിയിലേക്ക് പോകും. ഈ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 31 സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ കാണിക്കുന്ന മോഡൽ മാത്രമല്ല, ചെറുവണ്ടികൾ 5 lakhs തൊട്ടുള്ള വണ്ടികളെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും, നമ്മൾ കാണിക്കാത്ത വണ്ടികളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷമീസ് കാസിലേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട്, മാങ്കാവ്, തിരുവണ്ണൂർ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോ കാണാം. പെട്രോൾ പമ്പിനോട് ചേർന്ന് അതെ, അത് ഓക്കെ, ഓക്കെ. ആദ്യ വാഹനം ഒരു SUV സെഗ്മെന്റ് ആണ്, മഹീന്ദ്രയുടെ XUV 700. എങ്ങനെയാ ഡീറ്റെയിൽ? 2022 മോഡല് XUV 700 AX7 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ ഇതിനെ ഒരു ലക്ഷറി ഓപ്ഷൻ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്, ഫുള്ളി കമ്പനി സർവീസാണ്, വെൽ മെയിൻറ്റൈൻഡ് ഉള്ള വെഹിക്കിളാണ്. വെൽ മെയിൻറ്റൈൻഡ്. ഓക്കെ, ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഷമീർ ഖാൻ പൊട്ടിച്ച വിലയാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? നമ്മൾ ചോദിക്കുന്ന വില മുകളിലാണ്. നമുക്ക് ലാസ്റ്റ് 20,90,000 രൂപ കൊടുക്കാം. 20,90,000 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ലാസ്റ്റ് വരെ 2000 ഈ വർഷം ലാസ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം. സിംഗിൾ ഓണറാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഷോറൂം കണ്ടീഷനിലുള്ള വെഹിക്കിളാണ്. അപ്പോൾ ഫുൾ ഓണം കയറാൻ ചാൻസ് ഉണ്ട്? അറൗണ്ട് ഏകദേശം കിട്ടും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ചെറിയ ഓട്ടം പോയിട്ടുള്ളൂ. എല്ലാം കൊണ്ടും ഡീസൽ ഓട്ടോമാറ്റിക് SUV വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. അടുത്ത വണ്ടിയിലോട്ട് പോകും. വീണ്ടും SUV തന്നെയാണ് ടാറ്റ. സോറി, SUV ഞാൻ XUV ഡിലീറ്റ് ആക്കിയല്ലേ? അത് കുഴപ്പമില്ല. ഓക്കെ, വീണ്ടും SUV സെഗ്മെന്റ് തന്നെയാണ് ടാറ്റ ഹാരിയർ, ഒരു ഡാർക്ക് എഡിഷൻ വാഹനം അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2023 മോഡല് ടാറ്റ ഹാരിയർ XZA+ ഡാർക്ക് എഡിഷൻ ടോപ്പ് ആൻഡ് വേരിയന്റ് ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. നേരത്തെ കണ്ടത് ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. 2023 ഇത് മോഡൽ. 2 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ വാറണ്ടി 26 വരെ ഉണ്ടോ? 26 വരെ ഉണ്ട് അല്ലേ? ഓക്കെ, 3 വർഷം. ശരിയാ, 26 വരെ. ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. ഓക്കെ, എത്ര ഇപ്പോൾ കിലോമീറ്റർ? 32,000 കിലോമീറ്റർ. 32,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് 2023 XZA+ ഡാർക്ക് എഡിഷൻ ടാറ്റ ഹാരിയർ. വെൽ മെയിൻറ്റൈൻഡ്, സെക്കൻഡ് ഓണർ, ക്ലീൻ പീസ് വെഹിക്കിള്, കറക്റ്റ് സർവീസുള്ള വണ്ടികൾ. നമുക്ക് 19,70,000 രൂപ. 19,70,000 നിങ്ങൾക്ക് ഈ ഒരു ഹാരിയർ ഡാർക്ക് എഡിഷൻ കൊണ്ടുപോകാം. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ആണ്. 2023 മോഡൽ ടോപ്പ് എൻഡ് ഡീസൽ. ഇപ്പം വന്നിട്ട് 30 ലക്ഷം രൂപ മുകളിൽ വില വരുന്നുണ്ട്. അറൗണ്ട് ഇതും എമൗണ്ട് ഏകദേശം നല്ല പാർട്ടിയാണ്. ലോൺ കിട്ടും. നിങ്ങളുടെ റാങ്കിങ് ഉണ്ടെങ്കിൽ കിട്ടും. എല്ലാത്തിനും പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ? നമുക്ക് പുതിയ സ്റ്റോക്ക് പുതിയ സിസ്റ്റത്തിലേക്ക് മാറാനുള്ള സ്റ്റെപ്പാണ്. കോസ്റ്റ് ഒന്നും നോക്കുന്നില്ല. അടുത്തൊരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ഇന്നോവ ക്രിസ്റ്റ. കേരള വണ്ടിയാണ്. കേരള വണ്ടിയെ കൊടുക്കുന്നുള്ളൂ. അവിടെ എങ്ങനെയാ കാര്യങ്ങൾ? 2020 മോഡല് ഇന്നോവ ക്രിസ്റ്റ G4 മാനുവൽ. G4 മാനുവൽ വാഹനമാണ്. ഓക്കെ, ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 80,000 ഓടിയിട്ടുണ്ട്. 80,000 ഫുൾ സർവീസ് ഉള്ള കമ്പനി സർവീസുള്ള വണ്ടികൾ. എന്തെങ്കിലും ക്ലെയിം അവർക്ക്? ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടിയാണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 18,50,000 രൂപ ഫൈനൽ അല്ല? അതെ. 18.5 ലക്ഷത്തിന് 2020 G4 80,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി സർവീസ് ക്രിസ്റ്റ കേരള വണ്ടി. ഒറിജിനൽ കേരള കൊണ്ടുപോവാം. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇതിൽ ലോൺ എത്ര കയറും? ഇതിനൊരു 18 ലക്ഷം വരെ ലോൺ കയറും. 80 lakhs. 2020 മോഡലല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ മാരുതി സുസുക്കിയുടെ ഒരു SUV സെഗ്മെന്റ് വന്നിരിക്കുകയാണ് അല്ലേ? ജിംനിയാണ്, ഒരു ഓഫ് റോഡ് വെഹിക്കിൾ. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല് മാരുതിയുടെ ജിംനി ടോപ്പ് ആൻഡ് വേരിയന്റ് അൽഫ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ആണ്. പെട്രോളേ വരുന്നുള്ളൂ. ജിംനി ഉള്ളൂ. ഓക്കെ, വേറെ വർക്കോ ക്ലെയിം ഒന്നുമില്ല. കറക്റ്റ് സർവീസുള്ള വെഹിക്കിളാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2026 വരെ കമ്പനി വാറണ്ടി ഉള്ള വെഹിക്കിളാണ്. 19,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ്. താല്പര്യമുള്ളവർക്ക് വിളിക്കാം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഫൈനലായിട്ട് 13,20,000 രൂപ കൊടുക്കാം. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്?
അന്ന് അവർ ഇറങ്ങുന്ന സമയത്ത് 18 സംതിങ് വരും. പിന്നെ അതിനിടക്ക് ഓഫർ ഇട്ട് നമ്മൾ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫറെല്ലാം നിർത്തി, പിന്നെ കുറച്ചു, പിന്നെ ഇപ്പോൾ ഓഫറൊന്നും ഇല്ലാന്നാണ് കേൾക്കുന്നത്. 13-20 കൊടുക്കാം. 13-20 കൊടുക്കാം. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. 19,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കിൽ ഒരു ജിമ്മി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നല്ലൊരു ബ്ലാക്ക് കളറുമാണ്. ഇതൊക്കെ നമ്മൾ മാർച്ച് 31 വരെയുള്ള പ്രൈസാണ്. അതെ, അതിൻ്റെ ഉള്ളിൽ വന്ന് വാങ്ങിക്കണം, മറന്നുകൊണ്ടാ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് സെൽട്ടോസ് ആണ്. സെൽട്ടോസ് ഇത് മാത്രമല്ല, സെൽട്ടോസ് അല്ല, സെൽട്ടോസ് തന്നെ ഒരുപാട് ഇങ്ങനെ പല കളർ വെറൈറ്റി കളറിൽ അങ്ങോട്ട് ഇങ്ങനെ നിരത്തിയിട്ടേക്കും. എല്ലാം കാണിക്കുന്നില്ല, ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, തുടക്കത്തിലേ പറഞ്ഞത് കാണിക്കാത്ത വണ്ടികൾക്കും എല്ലാത്തിനും ഓഫർ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫുൾ സ്റ്റോക്കിന് ഓഫറാണ്. അതെ, KL11 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഈ വാഹനത്തിന്റെ മോഡൽ പറയുന്നതിന് മുമ്പ് ഇത് കിലോമീറ്റർ ഓടിയതാണ്. വെറും 16,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് സീറ്റ് വെന്റിലേഷൻ വരെ വരുന്ന മോഡലാണ്. HTX+ ആണ് വണ്ടി. ബാഡ്ജിംഗ് പ്രകാരം സീറ്റ് വെന്റിലേഷനും ബോസിന്റെ സെറ്റിലും വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. എല്ലാ ടോപ്പ് ഫീച്ചേഴ്സും വരുന്നുണ്ട് വെഹിക്കിൾ. സൺറൂഫും സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന വെഹിക്കിൾ. ഇതിൻ്റെ അട്രാക്ഷൻ ഞാൻ പിന്നെയും പറയാണ്, 16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഒരു ടച്ചപ്പ് പോലും ഇല്ലാത്ത ഷോറൂം പീസ് വണ്ടിയാണ്. ഇതിന് പിന്നെ മോഡൽ വൈസ് വെച്ച് നിങ്ങൾ പ്രൈസ് നോക്കരുത്. വണ്ടിയുടെ ക്വാളിറ്റി വൈസ്, ലോ കിലോമീറ്റർ, എല്ലാ ഫീച്ചർ വെച്ചിട്ട് പ്രൈസ് നോക്കണം. ഞാൻ ആദ്യം പറയാം, അതിലും കുറച്ച് വണ്ടി ഉണ്ടെന്നുള്ള അഭിപ്രായം കേൾക്കണം. ഓഫർ കേട്ടിട്ട് ഇതിലും ഓഫറൊന്നും ഇല്ലല്ലോ എന്ന്. ഈ ക്വാളിറ്റി വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റും ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റും കുറച്ചിട്ടാണ് പറയുന്നത് നെറ്റായിട്ട്. ഏതാ മോഡൽ? 2020 മോഡലുള്ളൂ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 15-ന്റെ മുകളിലാണ്. നമുക്ക് 14,50,000 രൂപ കൊടുക്കാം. 14.5 ലക്ഷം 2020 STX ഏറ്റവും ടോപ്പിന്റെ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്ന വെറും 16,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്. അതും KL11 ഫാൻസി നമ്പർ 11 രജിസ്ട്രേഷൻ ആണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 18-20 അടുത്തൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അല്ലേ? വേറെ ഒരു അപാകതകളും ഇല്ലല്ലോ, പോലും പറയാനില്ല. ആ ഒരു കിലോമീറ്റർ, ആ ഒരു ഓണർഷിപ്പ്, അത് യൂസ് കാറിൽ മെയിൻ തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, 14.5 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഒരു 12.5 ലോൺ ഈസിയായി കിട്ടും. അതിന്റെ മേലോട്ട് നോക്കാം അല്ല? അതിന് മേലോട്ട് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു സെഡാൻ കാറ്റഗറിയാണ്. Volkswagen Vento, ഒരു സിൽവർ കളർ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 ഇറങ്ങിയിരിക്കുന്ന Volkswagen Vento ഹൈലൈൻ പെട്രോളാണ്, മാനുവലാണ്, 21 മോഡലുള്ളൂ, സിംഗിൾ ഓണറാണ്, KL11 രജിസ്ട്രേഷൻ ആണ്, കറക്റ്റ് സർവീസുള്ള, വെൽ മെയിൻറ്റെയിൻ. ഓക്കെ, കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട്. 21 മോഡൽ, 22 ഡെലിവറി, 4 മാസം വണ്ടി. അതെ, ആ രജിസ്ട്രേഷൻ തൊട്ടുള്ള 15 വർഷത്തേക്കുള്ള ടാക്സും കാര്യങ്ങളൊക്കെയാണ് കണക്ക് കൂട്ടുക. അതെ, പെട്രോളാണ് പറഞ്ഞത്? പെട്രോളല്ലേ ഉള്ളൂ ഇപ്പോൾ, 2020 ശേഷം പെട്രോൾ മാനുവൽ. അതെ, മാനുവലാണ്. പെട്രോൾ മാനുവൽ. ഓക്കെ, ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചില്ല. വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. KL11 സിംഗിൾ ഓണർ, ഫുൾ സർവീസ് ഉണ്ട്, ഫുൾ സർവീസ് ഹിസ്റ്ററിലുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയിപ്പോൾ? നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ പ്രൈസ് 8,40,000 അങ്ങനെ ആയിരുന്നു. നമുക്ക് ഫൈനൽ 7,90,000 രൂപ കൊടുക്കാം. 7,90,000. ഓക്കെ, ഫൈനൽ റേറ്റ് 7,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ 8,40,000 ഷമീർക്ക് അന്ന് എന്താ ചോദിച്ചതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൽ പ്രോഫിറ്റ് അല്ല ഇതില്ല ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം അപ്ഡേഷനാണ്. ഒരു ലോസ് ആയ കൂടെ കൊടുക്കാന്നുള്ള. അതെ, ഞാൻ പറഞ്ഞിരിക്കുന്ന വണ്ടികൾ പലതും എനിക്ക് കോസ്റ്റിന്റെ അണ്ടറിൽ വരുന്നുണ്ട്, ഈക്വലായിട്ട് വരുന്നുണ്ട്, അണ്ടറിൽ വരുന്നുണ്ട്. പ്രോഫിറ്റിൽ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അതെല്ലാം ഇമ്പോർട്ടൻസ്. എൻ്റെ ഈ മാർച്ച് 31 എൻ്റെ സ്റ്റോക്കിനെ ഞാൻ ക്ലിയർ ചെയ്യാന്നാണ് ഇപ്പം ഞാൻ എയിം ചെയ്യുന്നുള്ളൂ. ബിസിനസ്സിനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ സ്റ്റോക്കുമായിട്ട് പുതിയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാർച്ച് 31 വരെ ഉള്ളൂ ഈ പ്രൈസ് ഞാൻ പറയുന്നുണ്ടാവുള്ളൂ. അതനുസരിച്ച് പുതിയ സ്റ്റോക്കിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ 100% കിട്ടും. ഹ്യുണ്ടായ് വെന്യൂ ആണ്, ഒരു ബ്ലാക്ക് കളർ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഒരു 2022 മോഡല് വെന്യൂ എസ് എന്ന് പറഞ്ഞ വേരിയന്റ്. അതെ, കിലോമീറ്റർ 50,000 ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർ, സർവീസിലുള്ള വെഹിക്കിളാണ്. 25 വാറണ്ടി കഴിയുമായിരിക്കും അല്ലേ? 25 8 മാസം വരെ അണ്ടർ വാറണ്ടിയിലേക്കാണ്. നിങ്ങൾ അവരെടുക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും, തീർച്ചയായും പറ്റും, എന്തായാലും പറ്റും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമ്മളെ ഫൈനൽ നമുക്ക് 8,35,000 രൂപ കൊടുക്കും. 8,35,000. 2022 മോഡൽ, എസ് ഓപ്ഷൻ 2022, ഒരു ബ്ലാക്ക് വെന്യൂ ആണ്. അപ്പോൾ അഡീഷണൽ നല്ല സീറ്റ് കവറും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി, പറ്റിയ ഒരു സ്പോർട്ടി കളറിലുള്ള. ലോൺ എത്ര കിട്ടും ഇതിന്? 8 ലക്ഷത്തിന് മുകളിൽ ലോൺ കിട്ടും. മേലെ കിട്ടും, ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഓക്കെ, ഇത് മാത്രമല്ല, ഡീസൽ ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. അതിന് നമ്മൾ പൊട്ടിച്ച റേറ്റ് കൊടുക്കും. അടുത്തത് ഒരു ലക്ഷറി സെഗ്മെന്റ് ആണ്, ഓഡി Q5 ആണ്. Q5ന്റെ ഇത് ലാസ്റ്റ് ഷേപ്പാ? അതെ, 2018 ഷേപ്പ് മാറുന്നല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല്, സിംഗിൾ ഓണർ, Q5ന്റെ
ടോപ്പ് ആൻഡ് പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ഏറ്റവും ടോപ്പ് അല്ലേ, പ്രീമിയം പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക്. അതിന് ലക്ഷറി മാനുവൽ ഉണ്ട് കുറേ വണ്ടി, അത് കാണാറില്ല. Q3 മാനുവൽ കണ്ടിട്ടുണ്ട്, ആരും വാങ്ങിക്കാറില്ല, എല്ലാവരും ഓട്ടോമാറ്റിക്കല്ലേ ലക്ഷറിയിൽ. Q5 ആണ്. കിലോമീറ്റർ 79,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല, കറക്റ്റ് സർവീസ് ആണ്, സിംഗിൾ ഓണർ ആണ്, ഒറിജിനൽ കേരള ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. കേരള വണ്ടി അതേ ഉള്ളൂ. പിന്നെ എത്രയാണ് ഇപ്പോൾ നമുക്ക് നെറ്റായിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കോസ്റ്റ് ഇതിന്റെ ത്രോ മുകളിലാണ്, നമ്മള് കോസ്റ്റിന്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ഡിസ്പോസലിന്റെ ഭാഗമായിട്ട് 35 ലക്ഷം രൂപ കൊടുക്കാം. 35 ലക്ഷം. പ്രീമിയം പ്ലസ് 2018 18 മോഡൽ ഓഡി Q5 നിങ്ങൾക്ക് കൊണ്ടുപോകാം. കിലോമീറ്റർ 79,000. ഫുൾ കമ്പനി സർവീസ്ഡ് ആണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു 30 lakhs അബവ് ലോൺ ഉണ്ട്. എനിക്ക് ഒന്ന് ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ കിട്ടും. ഫുൾ തന്നെ കിട്ടും. ഒരു 33-34 ഒക്കെ എന്തായാലും കിട്ടും, മാക്സിമം വരില്ല. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. അടുത്ത വണ്ടി അടുത്തത് മഹീന്ദ്ര താറാണ്. ഒരു ബ്ലാക്ക് കളർ താർ, KL 11 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഷമീർക്ക് അതിൻ്റെ ഡീറ്റെയിൽ? 2023 താർ 4x4 മാനുവൽ ഡീസൽ ഹാർഡ് ടോപ്പ്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. മാനുവൽ ആണ്, 4x4. 26 വരെ അണ്ടർ വാറണ്ടിയിലാണ്. ഓട്ടം ഒരു 22,000 കിലോമീറ്റർ KL 11. ഒരു 1.5 ലക്ഷം രൂപേൻ്റെ ടയർ, വീതി കൂടി ടയറും പോസിറ്റീവ് ടയർ ഇട്ടിട്ടുണ്ട്. സിൻഡിയർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വന്ന് കയറിയിട്ടുള്ളൂ. ശബ്ദാപരം ഈ പാർട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും കേരളെടുക്കാൻ തീരുമാനിച്ചതിലേക്ക് കാണിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. അവരെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണിത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നില്ല, ഫൈനൽ 16,30,000 രൂപ. 16,30 ഫൈനൽ റേറ്റ് ആണ്. ഡീസൽ മാനുവൽ 4x4 ഇപ്പോഴത്തെ സ്റ്റോക്കിലേക്ക് കയറുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒന്ന് 16,30 ഫൈനൽ. ഇപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. വേറെ ധാരണ കൊടുക്കാം. വേറെ ധാരണ അത് കാണിക്കാം. അടുത്ത വണ്ടിയിലുണ്ട്. നല്ലൊരു അടിപൊളി മാറ്റ് ഫിനിഷ് കിയ സെൽട്ടോസ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ടോപ്പ് എൻഡ് മാത്രമല്ല അല്ലേ, വേറെ സ്പെഷ്യൽ ലിമിറ്റഡ് സീരീസിൽ വരുന്നത് എക്സ് ലൈൻ എന്ന് പറഞ്ഞിട്ട് മാറ്റ് ഫിനിഷിൽ വരുന്ന സാധനം. എക്സ് ലൈൻ ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് വരുന്ന GT ലൈനിന്റെ മുകളിൽ വരുന്നതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 25 ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്നുണ്ട് ഇപ്പോഴത്തെ അല്ല, 26 കണ്ട് വില വരുന്നത്. ഇതിൽ തന്നെ സീറ്റിന്റെ കവർ കാര്യങ്ങളൊക്കെ കളർ വ്യത്യാസം ഉണ്ടാവും അല്ലേ? വ്യത്യാസം. ഓക്കെ, മൊത്തത്തിൽ ഇന്റീരിയറൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡൽ, സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയ എക്സ് ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 22 മോഡലാണ്. ഏതാ മാസം? 9 മാസം വരെ വാറണ്ടിയിൽ നിൽക്കായിരിക്കും എന്തായാലും, കമ്പനി വാറണ്ടിയിൽ. എത്രയാ കിലോമീറ്റർ? 50,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഫുൾ കമ്പനി സർവീസ് അല്ലേ? സർവീസിൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയാണ് നമ്മുടെ ഫൈനൽ റേറ്റ്? നമുക്കിത് അതും അണ്ടർ കോസ്റ്റായിട്ട് കൊടുക്കും. നമുക്ക് ഡിസ്പോസലിൻ്റെ ഭാഗമായിട്ട് 17,90,000 രൂപ. 17,90,000 എക്സ് ലൈൻ GT ലൈനിൻ്റെ മുകളിൽ വരുന്ന ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2022 ഡീസൽ ഓട്ടോമാറ്റിക് എക്സ് ലൈൻ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം 17,90,000. ഫുൾ ലോണും കയറൂല്ലേ? ഫുൾ ലോണും കയറും. അപ്പോൾ പുതിയൊരു ഈ ഒരു സെഗ്മെൻറ്റ് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നേരെ ഇങ്ങോട്ട് പോകുന്നു. അടുത്ത വണ്ടി മഹീന്ദ്ര താർ. അതെ, എങ്ങനെയാണ്? 2021 മോഡല് മഹീന്ദ്ര താർ 4x4 ഹാർഡ് ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. 2021 മോഡൽ, സെക്കൻഡ് ഓണർ, 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസുള്ള വെഹിക്കിൾ. ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? കാര്യം പമ്പർ മാത്രം ചെറിയ ക്ലെയിം ഉണ്ട്, വേറെ ഒന്നുമില്ല. എത്ര ഇപ്പോൾ നമ്മുടെ ഫൈനൽ റേറ്റ്? നമുക്ക് ഫൈനൽ നെറ്റ് റേറ്റ് 14,30,000 രൂപ കൊടുക്കാം. 14,30,000 2021 ഡീസൽ ഓട്ടോമാറ്റിക് ഹാർഡ് ടോപ്പ് 4x4 വണ്ടി കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? 14 ലക്ഷം വരെ ലോൺ കയറും. 14 ലക്ഷം. ഓക്കെ, അപ്പോൾ താറ് വേറെ ഉണ്ട് ഷമീർ ഖാൻ്റെ അടുത്ത്, ഇത് മാത്രമല്ല. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോളൂ. അടുത്ത വണ്ടി നേരത്തെ ഒരു ക്രിസ്റ്റ കണ്ടു, ഇനി നല്ല അടിപൊളി ബ്ലാക്ക് ഇന്നോവ ഹൈക്രോസ് ആണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല്, ഹൈക്രോസിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ZX ഓപ്ഷണൽ, ZX O. ഓക്കെ, 2023 മോഡല്. എത്ര ഓട്ടം? 2023 മോഡൽ. ഓട്ടം കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ വാറണ്ടി 26 വരെ എന്തായാലും വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ് 26 വരെ. ഏറ്റവും ടോപ്പ് Z ഓപ്ഷനിലാണ്. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? നമുക്ക് ചോദിക്കുന്നതല്ല, ഇതിന്റെ നെറ്റ് പറഞ്ഞ പോലെ 36 ലക്ഷം രൂപ കൊടുക്കാം.
പുതിയ വണ്ടിക്ക് 41 ലക്ഷം രൂപയാണ് ഇപ്പോൾ വില വരുന്നത്. 40, 41 ലക്ഷം രൂപയാണ്. ഫിറ്റിംഗ്സ് വരുമ്പോൾ അതിൻ്റെ മുകളിൽ പോകും. പ്ലസ് 1.5 വർഷമാണ് അവർ ബുക്കിംഗ് പീരീഡ് പറയുന്നത്. 1 വർഷത്തിൻ്റെ മുകളിൽ എന്തായാലും കൊടുത്താലേ വണ്ടി കിട്ടുള്ളൂ. ഇത് വണ്ടി ഇവിടെ കോഴിക്കോട് കഴിഞ്ഞ 2023 4 ലക്ഷം രൂപ വരെ പ്രീമിയത്തിന് വിറ്റ് പോയിട്ടുണ്ട്. അന്ന് 39 സംതിങ് ആയിരുന്നു വണ്ടിക്ക് വില ഉണ്ടായിരുന്നത്. 43 വരെ അവിടെ വണ്ടി പ്രീമിയത്തിന് വിറ്റുപോയ വണ്ടിയാണത്. ഇപ്പോഴും ഈ വണ്ടിക്ക് ഹൈക്രോസിന് പറഞ്ഞാൽ പ്രീമിയം പോലെ വിൽക്കുന്ന ആളുകളുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് നമ്മളെ റേറ്റ് 36 ലക്ഷം രൂപ. അത് നമുക്ക് ചിലപ്പോൾ എന്താ ആളുകൾ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പുതിയ വണ്ടിക്ക് 40 സംതിങ്ങേ ഉള്ളൂ, എന്ത് വില അത്ര എന്താ ഓഫറുള്ള ചോദിക്കും. ഈ വണ്ടിൻ്റെ ഒരു ഡിമാൻഡാണ് ഞാൻ പറഞ്ഞു വന്നത്. അറിയാത്തവർ കമൻറ്റ് ചെയ്യുമ്പോഴേ അറിയുന്നവർ പറയില്ല. അപ്പോൾ ഈ പ്രൈസ് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. നെറ്റാക്കി പറഞ്ഞേക്കാം. 36 ലക്ഷം ഫൈനൽ റേറ്റ്. ഓക്കെ, മാക്സിമം ലോൺ കയറും. 34 എന്തായാലും ലോൺ കയറും അല്ലേ? അടുത്ത വണ്ടിയിലുണ്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനം കിയ സെൽട്ടോസ് തന്നെയാണ്. വെറൈറ്റി കളറായിട്ടാണ് അവസാന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2019 മോഡല് സെൽട്ടോസ് HTX വേരിയന്റ്, ഡീസൽ മാനുവൽ. ടോപ്പിന്റെ താഴെ അല്ല? ഓക്കെ, ഡീസൽ മാനുവൽ വാഹനമാണ്. മൈലേജ് കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ഇതിന്റെ കിലോമീറ്റർ എത്രയാ? വെറും 80,000. 80,000. അപ്പൊ നേരത്തെ വണ്ടിന്റെ ഓർമ്മ ഉണ്ടല്ലോ കിലോമീറ്റർ എത്രയാ അത്? ഓക്കെ, ഇതും സെയിം ഇയർ തന്നെയാണ്. നേരത്തെ ഫസ്റ്റ് കാണിച്ച വണ്ടിന്റെ 2019 അത് 20. ഇത് 19 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ 19 മോഡൽ 20 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര വെച്ച് ചോദിക്കുന്നത് ഡീസൽ മാനുവൽ? ഇത് നമുക്ക് ഫൈനൽ 8,90,000 890 കൊടുക്കാം. 890 HTX ആണ്. അതെ, ഓക്കെ, കൊണ്ടുപോകാം. ഡീസൽ മാനുവൽ വാഹനം, 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ, സെൽട്ടോസ്. ഓക്കെ, ലോൺ എത്ര കയറുവില്ല? ഏകദേശം 100% ലോൺ കയറും. ചാൻസ് ഉണ്ടല്ലോ? 90 to 100%. ലോണ് നിങ്ങളുടെ ട്രാക്കെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മുടെ വണ്ടിക്ക് പറയുന്നതാണ്. വണ്ടിക്ക് ഏകദേശം മാർക്കറ്റ് വെച്ച് ഇത്ര കിട്ടും. മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് മുകളിൽ കിട്ടും. അതാ പറയാം. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ കാണിച്ച വണ്ടികൾ മാത്രമല്ല, ഇനി ഒരുപാട് ചെറുവണ്ടികൾ 5 ലക്ഷം തൊട്ടുള്ള പല വിധത്തിലുള്ള കാറുകളുണ്ട് അല്ലേ ഷമീർക്ക? എല്ലാത്തിനും ഓഫർ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഒരു വാഹനം വാങ്ങിക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മളിത് കാണി നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് ബാക്കി തീരുമാനം എടുക്കുക. ഓക്കെ, നമ്മൾ കാരണം നമ്മൾ വിറ്റൊഴിക്കൽ വിൽപ്പന തീരുമാനിച്ചല്ല. അപ്പോൾ എന്തായാലും ഒന്ന് വന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും, ഷമീസ് കാസിൽ ഉണ്ടാവും, ഞാനും ഇവിടെ ഉണ്ടാവും. അതെ, ഷമീർക്ക് ഇവിടെ ദിവസം ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഷമീർക്ക നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.